നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമുണ്ട്. എന്നാൽ നമ്മൾ ജീവിക്കുന്ന ഒരു ജീവിതവുമുണ്ട്. അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. എന്നാൽ നമ്മുടേതായ ഒരു പേഴ്സണാലിറ്റിയുമുണ്ട്. ഇവയ്ക്കിടയിലെ ഒരു ക്രൈസിസ് ആണ് യഥാർത്ഥ ജീവിതം എന്നുള്ളത്. നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ കഥ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കഥയിൽ മാറ്റങ്ങൾ വരുത്താം. കാരണം ഈ കഥയിലെ കഥാകാരന്റെ പേന നമ്മുടെ കയ്യിലാണ്. കഥാകാരൻ നമ്മൾ തന്നെയാണ്. എങ്ങനെയാണ് മാറ്റങ്ങൾ വരുത്തുന്നത്? അതിന് കുറച്ച് സമയം നമുക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കണം. നമ്മളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കണം. എന്തൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ? എന്തുകൊണ്ടാണ് എൻ്റെ ആഗ്രഹം എനിക്ക് നേടാൻ കഴിയാത്തത്? എപ്പോഴാണ് എൻ്റെ ആഗ്രഹം നടക്കുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. മാറാനുള്ള ശക്തമായ തീരുമാനം എടുക്കുന്നിടത്താണ് പുതിയ പുതിയ മാറ്റങ്ങൾ വരുന്നത്. ഇന്ന് നിങ്ങൾ എടുക്കുന്ന ശക്തമായ തീരുമാനം നാളെ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിയേക്കാം. ഒരു ഗ്രേറ്റ് പേഴ്സണെ കാണുമ്പോൾ നമ്മൾ കരുതണം, അയാളുടെ ജീവിതത്തിൽ ഒരു നിമിഷം എടുത്ത ശക്തമായ ഉറച്ച തീരുമാനമാണ് അയാളെ ഈ പൊസിഷനിൽ എത്തിച്ചത്. പക്ഷേ പലപ്പോഴും നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് നമ്മുടെ ബാഡ് ഹാബിറ്റ്സ്. അവ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. എന്നിട്ട് ഗുഡ് ഹാബിറ്റുകളെ ബിൽഡ് ചെയ്യണം. ഡേ ബൈ ഡേ നമ്മളെ പണിതുയർത്തുന്നത് നമ്മുടെ ഗുഡ് ഹാബിറ്റുകളാണ്. അങ്ങനെ ഗുഡ് ഹാബിറ്റുകളെ പണിതുയർത്തുമ്പോൾ അവ നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു മെസ്സേജ് അയക്കും. ഞാൻ എൻ്റെ ഓർഡിനറി ലൈഫിൽ മാറ്റങ്ങൾ വരുത്തുകയാണ്. അതുപോലെ എൻ്റെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. അതുപോലെ ഞാൻ എൻ്റെ സ്വപ്നങ്ങളിലേക്ക്, ആഗ്രഹങ്ങളിലേക്ക് നടന്നു തുടങ്ങുകയാണ്. പക്ഷേ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ വില്ലൻ എന്നുള്ളത് മൊബൈൽ ഫോണുകളാണ്. കൃത്യമായ ഒരു ഫോക്കസ് കിട്ടാതിരിക്കുക, അതുപോലെ അലസത, ഉറക്കം എന്നിവയ്ക്കൊക്കെ കാരണം മൊബൈൽ ഫോൺ തന്നെയാണ്. ന്യൂ ഡ്രഗായി തന്നെയാണ് അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ടൈം സ്ലോട്ട് വെച്ച് ആ സമയത്ത് മാത്രം മൊബൈൽ ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പുതിയ മാറ്റങ്ങളിലേക്ക് അല്ലെങ്കിൽ പുതിയ തീരുമാനങ്ങളിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ നമുക്കൊരു അൺകംഫർട്ട് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഒക്കെ തോന്നും. അത് പുതിയ മാറ്റങ്ങളിലേക്കുള്ള കാൽവെപ്പുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കംഫർട്ട് സോണിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും. എന്നാൽ നമ്മൾ നമ്മുടെ റിയൽ ലൈഫിലേക്ക്, നമ്മൾ ആഗ്രഹിച്ച ലൈഫിലേക്ക് നടന്നടുക്കുകയാണ് എന്ന തോന്നൽ നമുക്കുണ്ടാകണം. എന്നിട്ട് ഉറച്ച തീരുമാനത്തോടുകൂടി ശക്തമായി മുന്നോട്ട് പോകാനുള്ള പവർ നമുക്കുണ്ടായിരിക്കണം. അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് അങ്ങനെയൊരു ശക്തി. അത് മനസ്സിലാക്കി ശക്തമായി മുന്നോട്ട് പോകുക. നമ്മുടെ ആഗ്രഹിച്ച പൊസിഷനിൽ നാം എത്തിച്ചേരുന്നതുവരെ യാത്ര തുടരുക.